എന്താ പടച്ചോനെ മഴ പെയ്യാത്തത്? ഇമ്മ പറഞ്ഞതാണ് മഴ പെയ്താൽ അപ്പൊക്കെ വെള്ളം എടുത്തേക്കാനാണ്. ഞാനാണ് ഉറങ്ങി പോവുകയും ചെയ്ത്. ഇപ്പൊ മഴ പെയ്യൊന്നുമില്ല. എന്തോ ഒരു കഷ്ടം. മഴയെ കാണാനും ഇല്ലല്ലോ. വേറെ പെയ്തോട് മഴ. ആ ഞാൻ ഇപ്പോ ഇവിടെ ഉണ്ട് ഞാന്. ഇച്ചായിരുന്നോ? ഞാൻ പേടിച്ച്. ഇപ്പൊ ഒരു കുറുക്കനെ ഇറങ്ങി എല്ലാരും കളിച്ചിട്ട് കടിക്കണ്ടത്രേ. അത് പറഞ്ഞിട്ട് അപ്പൊ ഉമ്മ അറിയും ഇമ്മാനോട് നബീസാത്ത പറഞ്ഞത്രേ കുട്ടികളൊന്ന് പുറത്ത് കിടക്കണ്ടാന്ന്. സുബൈദാത്താനോട് പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞ് ഇതാണ് കുഞ്ഞാപ്പോ വെച്ച് പുറത്തേക്ക് ഇറങ്ങണ്ടാന്ന്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കുഞ്ഞാപ്പോ ഞാൻ കുറച്ചു നേരമായി ഇവിടെ നിക്കലെടുത്തിട്ട് എന്റെ വർത്താനം കേൾക്കായിരുന്നു ഞാന് വെള്ളം എടുക്കുന്നടാ. അതെന്താ വെള്ളം എടുക്കണ ഇവിടുന്ന്? അത് മഴക്കുന്ന വെള്ളം എടുക്കാണ്. വാട്ടർ കമ്മീഷന്റെ വെള്ളം വരലില്ല. ഇപ്പൊ കുറച്ചായി വന്നിട്ട് 2-3 ദിവസമായി വന്നിട്ട്. ഇമ്മ അറിയാം എന്നും വരുന്നതല്ലേ. കുറച്ച് എടുത്താ മതി വെള്ളം. വെള്ളത്തിന്റെ എന്താണ് ബില്ല് കൂടുന്നു. അപ്പൊ ഒരു കൊട അങ്ങനെ അങ്ങനെ പറഞ്ഞു. കുളിക്കാനും ആകെ 2 ബക്കറ്റ് വേണം. ആകെ 2 അത് കുളിക്കലും ഇല്ലല്ലോ. എപ്പോഴെങ്കിലൊക്കെ കുളിക്കുള്ളൂ. എമ്മയും കുളിക്കും, ഞാനും കുളിക്കും. അല്ല അപ്പൊ ഈ മഴവെള്ളം എന്തിനുള്ള? അപ്പൊ മഴവെള്ളം കുടിക്കാൻ ആ കിണറ്റിലെ വെള്ളം പറ്റൂലല്ലോ. അല്ല നിങ്ങളല്ല അപ്പുറത്തുനിന്ന് വെള്ളം കൊടുത്തു? ഞങ്ങള് ഇവരോടൊന്ന് കൊണ്ടിണ്ടായിന്ന്. എന്നിട്ട് എന്തിയാ കൈനാത്താറിന് അവന് വെള്ളമൊക്കെ ഞങ്ങളോട് പറയും നിങ്ങൾ എത്ര വെള്ളം വേണമെങ്കിൽ എടുത്തോളി, ഞങ്ങൾ ഇവിടെ ഉള്ളത്തോളം കാലം നിങ്ങൾ വെള്ളം എടുത്തോളി. ആയിക്കോട്ടെ. അങ്ങനെ ഒരു ആദ്യം ഫിൽറ്ററൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫിൽറ്റർ സാധനം വെച്ച് അപ്പോഴും ഓരെടുത്തോളി. അപ്പൊ ഇമ്മ അറിഞ്ഞു എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഈ വാട്ടർ കമ്മീഷന്റെ വെള്ളം കിട്ടിയത്. അപ്പൊ ഉമ്മ എന്നിട്ട് അടുത്തുള്ള പേരോട് പറഞ്ഞു, ആച്ചാത്താനോടാണ് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഒരു പെരേക്കും വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഗവൺമെന്റിന്റെ വെള്ളം ഉണ്ട്. പൊങ്ങച്ചൻ പറഞ്ഞു ഓരോരൊക്കെ ചെന്നാൽ എന്തായിക്കാരോ ഓരൊക്കെ വിചാരിക്ക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ വെള്ളം ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞു. അത് നേരിട്ട് ജാനേച്ചിനോട് പറഞ്ഞു. ജാനേച്ചി ഒന്നും കിട്ടാതെ പെക്കാതെ ഓരോട് പോയി പറഞ്ഞു. ഓരെന്നിട്ട് ഉമ്മാനോട് ചോദിച്ചു ഞാനൊന്നില്ല. അപ്പൊ ഓരോ നിങ്ങൾ എത്രത്തിൽ വെള്ളം കുടിച്ചോളൂ, ഞങ്ങളൊന്നുമില്ല. അപ്പൊ ഉമ്മാക്ക് ഇപ്പൊ ഒരു കുറവ് ഇതൊക്കെ പറഞ്ഞു നടന്നിട്ട് പിന്നെ അങ്ങനെ ഉമ്മ അറിയാടാ എങ്ങനെ വെള്ളം എടുക്കാൻ പോവാ, നമ്മൾ ഇതൊക്കെ പറഞ്ഞു തന്നില്ലേ. ഞാൻ പറയും നിങ്ങളല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ. ഉച്ച എന്നോട് അവിടെ ഒച്ചപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് മഴ അവനോട് പറയാന് ഇപ്പൊ ഉമ്മ അത് പോണ്ട. ഉമ്മ എന്നോട് പറഞ്ഞു വെള്ളം മഴവെള്ളം എടുത്ത് കുടിക്കാന്ന് പറഞ്ഞു. മഴവെള്ളം എന്തായാലും ഞാനൊക്കെ മഴവെള്ളം എടുത്തത് ഇന്ന് ഉമ്മ രാവിലെ എടുക്കാൻ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഉറങ്ങി പോയടാ. ശരി. ഇനി എന്താ മഴ വരുമ്പോ വെള്ളം എടുക്കണം. മഴ അങ്ങ് വരുന്നു. മഴ ഇപ്പൊ വന്നോളൂ. ഒരു വിധ മഴയൊക്കെ പെയ്തു പോയി. കൊറേ മഴ പെയ്തു. ഇന്ന് പെയ്യാളെ ഇനി കുറച്ചു വരും. മഴ നല്ല രസാണ്ടാ പറയാന്. 11, 11, 1 മണിക്കൊക്കെ എണിച്ചാ മതി. അവര് കിടന്നുറങ്ങാ, പുറത്തിറങ്ങണ്ട. ഒരു സ്ഥലത്തൊക്കും പോകണ്ട. ഇമ്മ ചായ ഉണ്ടാക്കിയാലും ചോറുന്നു. അതിങ്ങനെ എന്തൊരു സുഖാണ്. കുഞ്ഞാപ്പോ പണിക്കും പോണില്ലല്ലോ. അപ്പൊ എനിക്ക് അല്ല കുഞ്ഞാപ്പൂ എന്നിപ്പോ പണിന്റെ കൂട്ടം എന്നോട് വെറുതെ ഇങ്ങനെ ചോദിക്കല്ലോ. ഇജ്ജ് പോകാത്ത കാരണം പറയാട്ടാ. അപ്പൊ കൊറേ ആൾക്കാർ എന്നോട് അറിയണ്ടേ ഇജ്ജെന്താ പണിക്കോണില്ലായിരുന്നു കുഞ്ഞാപ്പൂ, എന്റെ പിന്നാലെ നടക്കാത്തരാന് ആൾക്കാർ ചോദിക്കണ്ട്. അപ്പൊ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ടല്ല കുഞ്ഞാപ്പോ എന്റെ അടുത്തേക്ക് വരുന്നത്. നാളെ പ്രകാശനും ചോദിച്ചു എന്താ പണിക്കോണില്ല, അത് കുഞ്ഞാപ്പിന്റെ പിന്നാലെ നടക്കണെന്ന്. അപ്പൊ ഞാൻ പണിക്ക് പോയിട്ടല്ലേ കുഞ്ഞാപ്പിനെ കാണാൻ വരുന്നേ. കുഞ്ഞാപ്പിനെ ചോദിക്കണ്ട്. ഒക്കെ വെള്ളത്തിലായില്ലേ. അവര് ചോദിച്ചതാണ് അതില് എന്താ ചോദിച്ചു. അപ്പൊ പറയാ ഇപ്പൊ പുതിയത് ഇപ്പൊ ഉണ്ടായി വരല്ലേ, വാഴക്ക ഞാന് ഉണ്ടായിട്ട് തരണ്ട് കച്ചിന്ന്. ഇപ്പൊ കിട്ടിയാ ഇപ്പൊ കച്ചി കാറ്റിന് വീണില്ലേ. അത് പറഞ്ഞിട്ടൊന്നുമല്ല കുഞ്ഞപ്പോ, കാറ്റിന് വീണാണ്. ഇതായിട്ടല്ലടാ കാറ്റിന് വീണതില്ലേ. അപ്പൊ ഞാൻ അമ്മാനെ അറിയാൻ ചാനേച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പൊ അമ്മ അറിയാ ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓളെന്താ വിചാരിക്ക, ഇനിയിപ്പൊ കൊടുക്കണ്ട, എന്തായാലും ചാനേച്ചി ഇങ്ങോട്ട് വരണില്ലല്ലേ, അപ്പൊ നന്നായി.
ഇത് കണ്ടിട്ട് മാസത്താരം അന്ന് ചോദിച്ചിട്ട് കൊടുക്കാത്ത വായല്ലേ കാരണം ആ അങ്ങനെയൊക്കെയാണ് അത് മനെ ഒരു കാര്യം ചെയ്തോ ഈ വല്ലാതെ ഇവിടെ നിൽക്കണ്ട എന്തേ ഇന്നൊക്കെ വരും ഞാൻ എന്നെ പണിക്ക് വിളിക്കാൻ വന്നാന്ന് പറഞ്ഞാ മതി അങ്ങനെ പറഞ്ഞാ മതി കുഞ്ഞാപ്പൂ ഇന്നെ മൂപ്പിക്കും ഞാൻ അവിടുത്തെ ഇവിടുത്തെ കുറ്റം പറയും ചെയ്യും അത് ഞാന് എന്താണ് ഒരു 10 ആളോടും 20 ആളോടൊക്കെ നടന്ന് പറയും ഞാൻ പറയുന്ന ഞാൻ പറയും ഓരോന്ന് വെച്ച് തന്നിട്ട് അത് ഞാൻ 10 അല്ല 20 ആക്കും എന്നൊക്കെ ആരാ പറഞ്ഞിരിക്കണ് നിങ്ങളെ മോനെ ഭാവം മുട്ടിച്ചു കൊടുക്കാറിരിക്കണേ പോയിക്കോ എന്നാ ആയിക്കോട്ടെ കുഞ്ഞപ്പൂച്ചി വെള്ളം എടുത്തോ ഞാൻ എന്റെ വെള്ളം എടുക്കാൻ മഴ വരണ്ടേ ഇമ്മ വരുമ്പോളേ മഴ വന്നിട്ട് വെള്ളം തോന്നുന്നു ഇന്നെ കാണണ്ട ഇമ്മ വരുമ്പോ മഴനെ കൊറേ നല്ല കാട്ടില്ല അല്ലെങ്കിലോ എനിക്ക് പണിയൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് ഞാൻ മഴനെ കാട്ടും